ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മുടെ 4th യൂണിറ്റ് ആയ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്, ആ ഒരു യൂണിറ്റ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു പൊളിച്ച് പഠിച്ചായിരുന്നല്ലേ. അതിലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ ലൈവ് ക്ലാസ്സസിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സസിലൂടെയും ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അതൊന്നും കാണാത്ത മക്കളാണെങ്കിൽ വേഗം എന്ത് ചെയ്യണം, ആ ക്ലാസ്സസ് ഒക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പൊ മിസ് ഇന്ന് എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാവോ? ആ ഒരു യൂണിറ്റിൽ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ഭാഗമാണ് ദേശാടന പക്ഷികൾ അഥവാ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ചിലപ്പോ എന്താണ് പത്രങ്ങളിലോ അല്ലെങ്കിൽ മാസികകളിലോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട്, കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ട് അവയെല്ലാം ദേശാടന പക്ഷികളാണ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ദേശാടന പക്ഷികൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ. അപ്പൊ അതിനു മുമ്പ് മിസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. നമ്മുടെ ബാച്ചിന്റെ പേരെന്താണെന്നറിയാവോ? പ്രാണ ബാച്ച്. നിങ്ങളിൽ തന്നെ കുറച്ച് മക്കൾ അതിൽ ഓൾറെഡി ജോയിൻ ചെയ്ത കാര്യം മിസ്സിന് അറിയാം. നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ നമുക്കൊക്കെ ടീച്ചർമാരൊക്കെ ഹോംവർക്ക് തരുവാണെങ്കിൽ അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഇനി എക്സാമിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെന്ററും അവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെ നേടണമെങ്കിൽ കുറെ ക്യാഷ് ആവുന്നായിരിക്കും അല്ലേ മക്കള് വിചാരിക്കുന്നത്. ഒരു വർഷത്തേക്ക് വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ പപ്പേനോടും അമ്മേനോടൊക്കെ പറഞ്ഞിട്ട് വേഗം നമ്മുടെ ആ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ബാക്ക് ടു ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മൾ എന്തായിരുന്നു നോക്കിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിച്ചത്? ദേശാടന പക്ഷികൾ അല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സ് എന്തായിരിക്കും ശരിക്കും? നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇപ്പം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലും മുറ്റത്ത് വരുന്ന കുറച്ച് പക്ഷികളുണ്ടാവും. എത്ര വെയിലാണെങ്കിലും എത്ര മഴയാണെങ്കിലും എന്തായിരിക്കും, ആ ഒരു പക്ഷികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ചില പക്ഷികളുണ്ടല്ലോ, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നീട് കുറച്ചു കാലം അവിടെ താമസിച്ച് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പം അവരെവിടെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് പിന്നെ തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്ന കുറച്ച് പക്ഷികളുണ്ട്. ചിലപ്പോൾ അവരെന്തിനായിരിക്കും, നല്ല ഭക്ഷണം തേടിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അവരുടെ പ്രജനനത്തിന് വേണ്ടി അല്ലെങ്കിൽ റിപ്രൊഡക്ഷന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനോ അല്ലെങ്കിൽ മുട്ടയിടാനോ അതിനുവേണ്ടിയുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ അന്വേഷിച്ചായിരിക്കും ചില പക്ഷികൾ വരുന്നത്. അല്ലെങ്കിൽ ചില പക്ഷികൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നല്ല ചൂട് അല്ലെങ്കിൽ നല്ല തണുപ്പൊക്കെ വരുമ്പം ആ ഒരു കാലാവസ്ഥയിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വ്യതിയാനങ്ങളിൽ നിന്നുണ്ടാവുന്ന മാറ്റമൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അങ്ങനെ ഈ ഭക്ഷണം, അതുപോലെ പ്രജനനം, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവയൊക്കെ അന്വേഷിച്ചുകൊണ്ട് ചില പക്ഷികൾ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ കുറച്ചു കാലം നിന്നിട്ട് വീണ്ടും അവരാദ്യം വന്ന സ്ഥലത്തേക്ക് പോകും. അങ്ങനെയുള്ള പക്ഷികളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദേശാടന പക്ഷികൾ അഥവാ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവയുടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ദേശാടന പക്ഷികൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദേശാടന പക്ഷി ഏതാണെന്നറിയാവോ? മക്കൾ നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ. ഈ ചിത്രത്തിൽ നല്ല വെളുത്ത നല്ലൊരു പക്ഷിനെ കാണുന്നുണ്ട്. ആ പക്ഷിന്റെ പേരാണ് ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. ഈ പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണിത്. അപ്പൊ ആരെങ്കിലും ഇൻകേസ് നിങ്ങൾക്ക് ദേശാടന പക്ഷികളെ പറ്റി അറിയോ എന്നൊക്കെ ചോദിച്ചാല് നമുക്കിങ്ങനെ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിനെ അറിയാലോ, അതാണ് ആർട്ടിക് ടേൺ എന്നൊക്കെ നിങ്ങൾക്ക് കൂട്ടുകാരോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്തൂടെ. അതുപോലെ തന്നെ നമുക്കറിയാം ചില പക്ഷികൾ രാജ്യങ്ങളും കടന്നു പോകും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ ദേശാടനം നടത്തുന്ന കുറച്ച് പക്ഷികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാഗമോഹൻ, വാലുകുലുക്കി പക്ഷി, മണൽ പുള്ളുങ്കൽ, പിന്നെന്താണ്? മഞ്ഞക്കിളി. അപ്പൊ മഞ്ഞക്കിളിയൊക്കെ നല്ല യെല്ലോ പാരറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ കാണുന്ന അല്ലെങ്കിൽ മിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ദേശാടന പക്ഷികളെ മക്കൾ ഓർക്കണം. അവരുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ ദേശാടനം നടത്തുന്നതാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പൊ 5 ദേശാടന പക്ഷികളെ പഠിച്ചല്ലേ. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന ആർട്ടിക് ടേൺ നമ്മുടെ രാജ്യത്തിനുടനീളം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ
ദേശാടനം നടത്തുന്ന നാഗമോഹൻ, വാലുകുലുക്കി പക്ഷി, മഞ്ഞക്കിളി, മണൽപ്പുള്ളികൾ അവയെയും കൂട്ടുകാർ ഓർത്തു വെക്കണം. എന്തെങ്കിലും ഒരു കുറിപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനോ ഒക്കെ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്നാലിപ്പോ പണ്ടൊക്കെ എന്താണ് നമുക്കൊക്കെ ഇപ്പൊ കുറെ കുഞ്ഞു കുഞ്ഞു മാസികകളൊക്കെ കിട്ടും അല്ലേ, അപ്പൊ ഡൈജസ്റ്റ് ഒക്കെ കിട്ടും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുക്കിലോ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ഈ ദേശാടന പക്ഷികളെ പറ്റിയൊക്കെ എന്തെങ്കിലും കാണുവാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ആ പക്ഷിയുടെ പേരൊക്കെ ഒന്ന് പഠിക്കണം, അവയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിക്കണം, അവയെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ മിസ്സിന് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ എല്ലാ മക്കളും എന്താണ് സുന്ദരമായ സുന്ദരികളൊക്കെ ആയിട്ട് നല്ല ആരോഗ്യമുള്ള മക്കളായിട്ട് ഇരിക്കുക. നമ്മുടെ ഒരു യൂണിറ്റ് ഇനിയും പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഈ യൂണിറ്റിലെ പുസ്തകമൊക്കെ തുറന്ന് ഒന്ന് പഠിക്കാൻ നോക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നിരിക്കുന്ന എല്ലാ ക്ലാസ്സസും ഒന്ന് കാണുക. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ പഠനത്തെ എന്താണ് വളരെ നല്ല രീതിയിൽ വളരെ ഊഷ്മളമാക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അപ്പം ഇനി എന്താണേലും മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.